കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തകർപ്പൻ റെസിപ്പിയും കൊണ്ടിട്ടാണ് കേട്ടോ. നല്ല പൂവാലൻ ചെമ്മീൻ വെച്ചിട്ട് മാങ്ങയും ചേർത്തിട്ട് തേങ്ങ അരച്ചിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് കേട്ടോ നമ്മുടെ താരം. നല്ല അടിപൊളി പൂവാലൻ ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇത് വെച്ചിട്ടുള്ള നല്ലൊരു സൂപ്പർ ടേസ്റ്റിലുള്ളൊരു കറിയാണ് കേട്ടോ. ഒരു കാരണവശാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് മിസ് ചെയ്യാതെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിക്കണം കേട്ടോ. ഇതാണ് നമുക്കിപ്പോൾ ഉള്ള ചെമ്മീൻ എന്ന് പറയുന്നത്. ഇതിലേക്ക് 2 മാങ്ങ എടുത്തിട്ടുണ്ട്. പച്ചമാങ്ങ, ഒരു മീഡിയം പുളിയുള്ള മാങ്ങയായിരിക്കണം കേട്ടോ. ഓവർ പുളി ഉണ്ടാവരുത്, ഒട്ടും പുളി ഇല്ലാതെ ആവരുത്. ഇനിയിപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട്, മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, അത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നല്ല വൃത്തിയാക്കിയ പൂവാലൻ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പൂവാലൻ ചെമ്മീനാണ് ഈ പ്രിപ്പറേഷന് ഏറ്റവും ടേസ്റ്റ്. ഇതുപോലെ പൂവുള്ള വാലാണ് കേട്ടോ, അതുകൊണ്ടായിരിക്കാം പൂവാലൻ ചെമ്മീൻ എന്ന് പറയുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 6-7 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു 5 എണ്ണം മതി. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മാങ്ങ ഇതേപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് വലിപ്പത്തിൽ ഈ ഒരു അളവിലേക്ക് ആക്കിയിട്ട് ഇടാം കേട്ടോ, ഉടഞ്ഞു പോകരുത്. അങ്ങനെ മാങ്ങയൊക്കെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവർ വെള്ളമൊന്നും ഒഴിക്കരുത്. ഈ ഒരു അളവിലായിരിക്കണം കേട്ടോ വെള്ളം ഉണ്ടാവുന്നത്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട്, ശരിക്കും പറഞ്ഞാൽ 5 മിനിറ്റ് കുക്കിംഗ് ടൈം ടോട്ടലുള്ളത്. അതിലൊരു 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ. ഇനി നമുക്ക് തേങ്ങ അരപ്പ് ഉണ്ടാക്കാനുണ്ട്. ഇപ്പോൾ ഇത് 2-3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ചെമ്മിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് റൗണ്ട് ഷേപ്പിലേക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പൂവാലൻ ചെമ്മീൻ കിട്ടിയില്ലെങ്കിൽ നല്ല വലിയ ചെമ്മീൻ കിട്ടിയാലും മതി. ഏറ്റവും ടേസ്റ്റ് പൂവാലൻ ചെമ്മീനായിരിക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ അരപ്പ് ശരിയാക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് 1/4 കപ്പ് അളവിൽ ഞാൻ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയിലേക്ക്. അതായത് ഒരു ചെറിയ മുറി തേങ്ങ എന്ന് പറയാം. കുറച്ച് കറിവേപ്പിലയും ഒരു നുള്ളും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ തേങ്ങയുടെ അളവിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. എത്രമാത്രം ഫൈനായിട്ട് അരക്കാൻ പറ്റുമോ അത്രയും ഫൈനായിട്ട് അരക്കുക. കല്ലിൽ അരക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പം ഞാനിത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ടൊന്ന് വറ്റിയിട്ടൊക്കെ ഉണ്ട്. ചെമ്മീനും മാങ്ങയൊക്കെ കറക്റ്റായിട്ട് വെന്ത് സെറ്റായിട്ടിരിക്കുകയാണ്. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് ഈ അരപ്പങ്ങ് ഒഴിച്ച് കൊടുക്കാം. പച്ച തേങ്ങയുടെ അരപ്പാണ്. ഇപ്പം ഞാൻ ഫ്ലെയിമൊന്നും വെച്ചിട്ടില്ല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മാങ്ങയൊന്നും ഉടഞ്ഞു പോവാത്ത രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും ഇനി ഒരല്പം കൂടി വെള്ളം ചേർക്കണമെങ്കിൽ ഒരല്പം ചേർക്കാം കേട്ടോ. ഒട്ടും വെള്ളം ഓവർ ആവരുത്, കറിയുടെ ടേസ്റ്റ് പോകും കേട്ടോ. പിന്നെ ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാം. തീ ഇപ്പോഴും ഞാൻ വെച്ചിട്ടില്ല. ഈ ഒരു ഐറ്റം ഒരു കുഞ്ഞ് വെളുത്തുള്ളിയാണ് കേട്ടോ. പക്ഷെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു കുറവുണ്ട്. ശരിക്കും വെളുത്തുള്ളി ചേർത്തിട്ടാണ് ഇത് അരയ്ക്കുന്നത് തേങ്ങ. ഞാനത് ചേർക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 1/2 ഭാഗം ചേർത്താൽ മതി. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇങ്ങനെ മേലേക്ക് വരുന്നതുകൊണ്ട് ഞാൻ ചേർത്തില്ല. പക്ഷേ ചേർക്കാതിരുന്നപ്പോൾ അതിൻ്റെ കുറവ് ശരിക്കും അറിയുന്നുണ്ട് കേട്ടോ. ഇത് ഇത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ചുവന്നുള്ളി ഉണ്ടല്ലോ, അത് നൈസായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് വറവിലിടുന്ന പോലെയാണ്. പക്ഷേ 2 ഐറ്റം മാത്രമേ ഇതിനകത്ത് കയറുള്ളൂ കേട്ടോ. ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളറാക്കി എടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ അരപ്പിനകത്ത് കറിവേപ്പില നന്നായി അരഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇത് വറവിലിടാൻ വേണ്ടിയിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ. ഇപ്പം തീ ഞാനൊരു ഏറ്റവും ചെറിയ അടുപ്പിൽ ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കാരണവശാലും ഇത് തിളച്ച് പോകരുത്. ജസ്റ്റ് ഇപ്പോൾ ഒരു ആവി പറക്കുന്നുണ്ട് ഇതിനകത്തുനിന്ന്. ഇങ്ങനെ ആവാൻ പാടുള്ളൂ. ഇതായതുകൊണ്ടോ ചെമ്മീനും മാങ്ങയൊക്കെ റെഡിയായി. ആവി ഇങ്ങനെ വരുമ്പോഴേക്കും ഓഫ് ചെയ്യുക, തിളക്കരുത്. നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. ഈ കറിക്ക് ഭയങ്കര ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലൊന്നും ആവില്ല. അത് അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു കാര്യമാണ്. തൃശ്ശൂരുകാരുടെ മാങ്ങക്കറി കഴിച്ചിട്ടുള്ളവർക്കറിയാലോ, അത് ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയല്ലേ. അതിൻ്റെ ഒരു 3 ഇരട്ടി ടേസ്റ്റ് ഇതിനുണ്ട് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചേർന്നിട്ടുള്ളത് പൂവാലൻ ചെമ്മീൻ കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്തായാലും വരും. ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ ശരിക്കും ഇത് മിസ്സായിപ്പോവും ഇങ്ങനെ ഒരു കാര്യം തന്നെ. ഈ കറി എന്ന് പറയുന്നത് കൊച്ചിക്കാരുടെ പഴമയിലുള്ളൊരു കറിയാണ്. അതായത്
കാരണവന്മാരുടെ കറി എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. അന്നത്തെ കാലത്ത് ഒരുപാട് അവരിഷ്ടപ്പെട്ടിരുന്ന ഒരു കറി എന്ന് പറയാം ഇത്. അങ്ങനെയുള്ളൊരു കറി തന്നെയാണ് കേട്ടോ ഇത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത് കേട്ടോ. വളരെ സിമ്പിളാണ്. പച്ചമുളകിൻ്റെ എരിവാണ് ഇതിനകത്ത് ഉണ്ടാവുക, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. വെള്ളച്ചോറിൻ്റെ ഒപ്പം ഏറ്റവും സൂപ്പർ കോമ്പിനേഷൻ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.